Assalamualaikum dear friends. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബനാന ചിപ്സ് എത്രയും പെട്ടെന്ന് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ പുറംഭാഗം പച്ച നിറത്തിൽ കിട്ടണ നല്ല മൂത്ത നേന്ത്രപ്പഴമാണ് എടുക്കാൻ. എന്നിട്ട് അത് എടുത്തതിന് ശേഷം അത് ഇതുപോലെ തൊലി കളഞ്ഞ് ഫ്രഷ് ചെയ്തെടുക്കണം. നല്ല മൂപ്പെത്തിയ പഴമാകുമ്പോൾ നമ്മൾ പുറത്തെ തൊലി കളഞ്ഞാൽ അതിൻ്റെ ആ കായ അതുപോലെ നല്ല ഇളം മഞ്ഞ നിറത്തിൽ കാണും. ഇതാണ് നല്ല മൂത്ത പഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇങ്ങനെ നല്ല മൂത്ത പഴം തന്നെ എടുക്കണം കേട്ടോ, എന്നെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് തയ്യാറാക്കാൻ കഴിയുള്ളൂ. ഇതുപോലുള്ള വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന ഇതുപോലുള്ളതോ അല്ലെങ്കിൽ വേറെ എങ്ങനെ നിങ്ങളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കുക. നമുക്ക് നല്ല സ്ലൈസ് ആയിട്ട് വേണം അതിൻ്റെ പീസ് കിട്ടാൻ. ഇതുപോലെ ഈ ഭാഗത്ത് വെച്ചിട്ട് വേണം നമുക്കത് കട്ട് ചെയ്യാൻ. നല്ല സ്ലൈസായ പീസാക്കിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു പാനോ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷമാണ് നമ്മളേക്ക് ഇട്ടെടുക്കാൻ. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. പിന്നെ ഓയിലാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി നല്ല തിളച്ചതിൻ്റെ ശേഷം വേണം നമുക്ക് അതിലേക്ക് ഇങ്ങനെ ചെത്തിക്കാണ്ട് നേരെ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. പീസ് പീസായിട്ട് ഇങ്ങനെ എണ്ണയിൽ വീഴുമ്പോൾ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഫ്ലെയിം കുറച്ച് ചെറിയ ചൂടിലൊന്നും ആക്കരുത്, അപ്പം നമുക്ക് ക്രിസ്പി ആയി കിട്ടില്ല. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇത് നല്ല ടേസ്റ്റുമാണ്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്. നമ്മൾ വെറുതെ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത്. ഇത് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ പീസായി ഇടുമ്പോൾ തന്നെ നമുക്കത് എണ്ണയിൽ മുങ്ങിയിട്ട് ആവണം ഇത് വീണത് തന്നെ. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറഞ്ഞൊരു മൂത്ത് വീഴുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചെറുതായിട്ടൊന്ന് വെത്തറി കൊടുത്താൽ മതി, കൂടുതലൊന്നും ഇടണ്ട. അത് വീഡിയോയിൽ കാണുന്നില്ല. ചെറുതായിട്ടൊന്ന് ഉപ്പ് നമുക്കൊന്ന് അതിൻ്റെ പാകത്തിന് നമുക്കറിയാമല്ലോ എത്ര വേണ്ടി ഇടുന്നത്. കുറച്ച് ഉപ്പൊന്ന് അതിലേക്കൊന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടുണ്ട് എടുക്കുക. പെട്ടെന്നാവും, വളരെ പെട്ടെന്നാവും. ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, കൂടുതലൊന്നും ഇടരുതിട്ടാ. പിന്നെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും. രണ്ട് ഭാഗവും ക്രിസ്പി ആയി കഴിഞ്ഞെന്ന് തോന്നിയാൽ നമുക്കത് ഒരു ഇതുപോലെ കോരിയിട്ട് എണ്ണ ഉറിന്ന് പോണ ഇതിലേക്ക് കോരി എടുത്ത് വെക്കുക. അങ്ങനെ വീണ്ടും നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ ഇത് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റിൽ അറിയിക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ ചിപ്സ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ കരുതും നമ്മൾ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഒന്നും ആവില്ലാന്ന്. അതൊക്കെ വെറുതെ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും എടുക്കുമ്പോൾ അതിൻ്റെ മൂത്ത പച്ച നേന്ത്രപ്പഴം തന്നെ എടുക്കണം കേട്ടോ. നല്ല മൂപ്പെത്തിയ പഴം എടുക്കണം. എന്താണെന്ന് വെച്ചാൽ അത് തൊലി മഞ്ഞ നിറം വന്നു കഴിഞ്ഞാൽ ഇളം പഴുപ്പ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്പി ആയി കിട്ടില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് നെക്കി നോക്കുമ്പോഴൊന്നും നെങ്ങാത്ത രീതിയിൽ നല്ല മൂപ്പെത്തിയ തൊലി പച്ച നിറം തന്നെ ഉള്ള, എന്നാലും നമുക്ക് തൊലി കളഞ്ഞ് നോക്കുമ്പോൾ ഉള്ളിലിങ്ങനെ ഇളം മഞ്ഞ നിറമായിട്ട് തോന്നും. അങ്ങനത്തെ ആ ഒരു ഇതിലെത്തണം പഴം, എന്നാൽ നന്നായി കിട്ടും. പിന്നെ ചിപ്സ് നല്ല ടേസ്റ്റുള്ള ചിപ്സായിട്ടാണ് നമുക്കിത് വറുത്തെടുക്കാൻ കഴിയും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഇതുപോലെ കിട്ടും, നല്ല ക്രിസ്പിയാണിത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.